കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 1 രാജാക്കന്മാരുടെ പുസ്തകം 8-ാമത്തെ അധ്യായം അതിൻ്റെ 44-ാമത്തെയും 45-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: നീ നിൻ്റെ ജനത്തെ അയക്കുന്ന വഴിയിൽ അവർ തങ്ങളുടെ ശത്രുവിനോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെടുമ്പോൾ നീ തിരഞ്ഞെടുത്ത നഗരത്തിലേക്കും നിൻ്റെ നാമത്തിന് ഞാൻ പണിതിരിക്കുന്ന ഈ ആലയത്തിലേക്കും തിരിഞ്ഞ് യഹോവയോട് പ്രാർത്ഥിച്ചാൽ നീ സ്വർഗത്തിൽ അവരുടെ പ്രാർത്ഥനയും യാചനയും കേട്ട് അവർക്ക് ന്യായം പാലിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, ഇവിടെ വീണ്ടും സലോമൻ രാജാവ് വീണ്ടും ഒരു അഭ്യർത്ഥന ദൈവത്തോട് വയ്ക്കുകയാണ്. നിൻ്റെ സ്വന്തം ജനം ഈ രാജ്യത്തിൽ നിന്ന് വേറൊരു രാജ്യത്തിലേക്ക് പുറപ്പെട്ടു പോയിരിക്കുമ്പോൾ, അവർ കഷ്ടത്തിലോ വേദനയിലോ ആയിരിക്കുമ്പോൾ, ഈ ആലയത്തിന് നേരായിട്ട് അവിടെ ഇരിക്കുന്ന സ്ഥലത്തിൽ നിന്ന് ആ യെരുശലേം ദേവാലയത്തിലൊത്ത് നോക്കി പ്രാർത്ഥിച്ചാൽ നീ അവരുടെ അഭയാചനകളെ കേൾക്കണമെന്ന്. പ്രിയ ദൈവമക്കളെ, നമുക്കറിയാം ദാനിയേൽ ദിവസം 3 പ്രാവശ്യം തൻ്റെ കിളിവാതിൽ തുറന്നിട്ട് യെരുശലേമിനെ നോക്കി പ്രാർത്ഥിച്ചു എന്ന് പറയുന്നു. താൻ അടിമയായിട്ട് പോയിരുന്ന സ്ഥലത്തിൽ നിന്നാണ് ആ ഒരു യെരുശലേം ദേവാലയം ഇരിക്കുന്ന ആ ഒരു ദിക്കിനെ നോക്കി പ്രാർത്ഥിച്ചു എന്ന് വരുന്നത്. അപ്പോൾ അന്നൊക്കെ ആണെങ്കിൽ ആ ഒരു യെരുശലേം ദേവാലയത്തെ നോക്കി പ്രാർത്ഥിക്കുന്ന ആ ഒരു പ്രവണതയാണ് ഇരുന്നത്. ഇന്ന് നമുക്കൊരു സ്വർഗസ്ഥനായ പിതാവ് നാം ഇവിടെ ഉണ്ട്. നാം എവിടെയായിരുന്നാലും, ഏത് കാരാഗ്രഹത്തായിരുന്നാലും, ഏത് ആശുപത്രിയിലായിരുന്നാലും, വീട്ടിലായിരുന്നാലും, യാത്രയിലായിരുന്നാലും നാം സ്വർഗം നോക്കി പ്രാർത്ഥിക്കുകയാണെങ്കിൽ കർത്താവ് നിർബന്ധമായിട്ടും ആ സ്വർഗത്തിൽ നിന്ന് നമുക്ക് മറുപടി നൽകി തരും. പ്രിയ ദൈവപൈതലെ, ആയതുകൊണ്ട് ഏത് സമയത്തും കർത്താവോടിരിപ്പാൻ നാം മറന്നു കളയരുത്. പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്ഥപിതാവേ, അങ്ങയുടെ ആലയമായ ആ സ്വർഗരാജ്യത്തിന് നോക്കി നാം അഭയമിട്ട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കതിൻ്റെതായ തക്കതായ മറുപടി അങ്ങ് നൽകുമെന്ന വിശ്വാസത്തോട് കർത്താവ് ആരൊക്കെ ഈ സമയം പ്രാർത്ഥിക്കുന്നുവോ, ഇവരെന്തൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ, ഇവരുടെ മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ എന്തുവോ കർത്താവെ, അതെല്ലാം ഈ സമയം സാധിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വരവ് വരെ നിങ്ങളെ മക്കളെ കർത്താവെ കരം പിടിച്ച് വഴി നടത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.